അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തങ്ങൾക്കറിയാത്തതും തങ്ങളുടെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് വേദഗ്രന്ഥത്തിലുള്ളത് എന്നതുകൊണ്ട് മക്കയിലെ ബഹുദൈവാരാധകരടക്കമുള്ള നിഷേധികൾ ഖുർആൻ കളവാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. എന്നാൽ ഇവരുടെ കൂട്ടത്തിലെ എല്ലാവരും അങ്ങനെയല്ല. ഈ ഖുർആനിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തയ്യാറാവുകയും അതിൽ വിശ്വസിക്കാനും അതിനെ അംഗീകരിക്കാനും മുന്നോട്ട് വരികയും ചെയ്യുന്ന ചിലർ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവരോടുള്ള പ്രബോധനം തുടർന്നുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ഫലമായിക്കൊണ്ട് അവരിൽ പലരും വിശ്വാസികളാകാനിരിക്കുകയാണ്. എന്നാൽ മരിക്കുവോളം വിശ്വസിക്കുകയില്ല എന്ന നിലപാടുള്ളവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് 40-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇനിയും അവർ താങ്കളെ കളവാക്കി തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എനിക്ക് എന്റെ ജോലി, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, നമുക്കിടയിൽ പരസ്പരം ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് അവരോട് പറയുക എന്നാണ് 41-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഈ 2 ആയത്തുകളുമാണ് ഇന്ന് പഠിക്കുന്നത്. വമിൻഹും മൻ യുഅ്മിനു ബിഹി വമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി വറബ്ബുക അഅലമു ബിൽ മുഫ്സിദീൻ വഇൻ കദ്ദബൂക ഫഖുൽ ലീ അമലി വലക്കും അമലുക്കും അൻതും ബരീഊന മിമ്മാ അഅമലു വഅന ബരീഉം ഒമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ ആയത്തിൽ തങ്ങൾക്ക് അറിവും അനുഭവവും ഇല്ലാത്തതിനെ അംഗീകരിക്കാത്തവരായതുകൊണ്ടാണ് അവർ നിഷേധികളായത് എന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം വരുമ്പോൾ ബുദ്ധി ഉപയോഗിക്കാനും ചിന്തിക്കാനും തയ്യാറാവാതെ തള്ളിക്കളയുന്നവരായിരുന്നു അവർ. എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ട് മൻ യുഅ്മിനു ബിഹി, അതിൽ വിശ്വസിക്കുന്നവർ. ഈ ഖുർആൻ ദൈവികമാണ്, ആരും കെട്ടിച്ചമച്ചതല്ല എന്ന് വിശ്വസിക്കുന്നവരായി ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ഖുർആനെ കുറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും അത് ദൈവികമാണെന്ന് അംഗീകരിച്ച് വിശ്വസിക്കുവാൻ ഇവരുടെ കൂട്ടത്തിലുള്ള പലരും തയ്യാറായി വരും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷയിലൂടെ നശിപ്പിച്ചോട്ടെ എന്ന് മക്കയിലെ അവിശ്വാസികൾ പ്രാർത്ഥിച്ചപ്പോഴും അള്ളാഹു അവരെ നശിപ്പിക്കാതിരുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന പ്രവർത്തനത്തിൽ നിരാശ തോന്നാതിരിക്കുന്ന പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. വമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി, അവരുടെ കൂട്ടത്തിൽ ഒട്ടും വിശ്വസിക്കാത്തവരുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇത് വിശ്വസിക്കുകയില്ല, ഇത് ദൈവികമല്ല, ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ടതാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നവരും അങ്ങനെ നിഷേധികളായി മരിച്ചു പോകുന്നവരുമുണ്ട്. വറബ്ബുക അഅലമു ബിൽ മുഫ്സിദീൻ, നിന്റെ റബ്ബ് മുഫ്സിദുകളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. മുഫ്സിദുകൾ എന്ന് പറഞ്ഞാൽ നാശകാരികൾ എന്നാണ്. ഇവരുടെ കൂട്ടത്തിലെ നാശകാരികൾ ആരാണെന്നും അവരോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നും അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹു അതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇങ്ങനെയാണ് ഈ ആയത്തിന്റെ വിശദീകരണം പൊതുവെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആധുനിക മുഫസ്സിറുകളിൽപ്പെട്ട മുഹമ്മദ് താഹിർ ബിൻ ആഷൂറിനെ പോലുള്ളവർ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത് ഒമിൻഹും മൻ യുഅ്മിനു ബിഹി, അവരുടെ കൂട്ടത്തിൽ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞത് ഈ ഖുർആൻ മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാവില്ല, ഇത് ദൈവികമാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അങ്ങനെ വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. പക്ഷേ അവർ നിഷേധികൾ തന്നെയാണ്. ഇതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം എന്ന നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസത്തെ അവർ പുറത്തു കാണിക്കുകയില്ല. ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളാവാൻ തയ്യാറാവുകയുമില്ല അവർ. ഒമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി, ഇതിൽ വിശ്വസിക്കാത്തവരുണ്ട് എന്ന് പറഞ്ഞത് അവർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണ് എന്ന നിലപാട് സ്വീകരിച്ച് വിശ്വസിക്കാത്തവരുണ്ട് എന്ന അർത്ഥത്തിലുമാണ് എന്നാണ് ആ വിശദീകരണം. ഈ ആയത്തിന്റെ മുമ്പ് വന്ന കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ വ്യാഖ്യാനവും പ്രസക്തമായ വ്യാഖ്യാനമായി തോന്നുന്നുണ്ട്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു വൈൻ കദ്ദബൂക, ഇനിയും താങ്കളെ അവർ കളവാക്കുകയാണെങ്കിൽ, ഇത്രയൊക്കെ ആയിട്ടും താങ്കളെ അവർ കളവാക്കുകയാണെങ്കിൽ ഫഖുൽ, അപ്പോൾ താങ്കൾ പറയുക,
ലീ അമലി, എനിക്ക് എൻ്റെ പണി, വലക്കും അമലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പണിയും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരോട് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അവരോട് തർക്കിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളൂ, ഞാൻ എൻ്റെ പണിയുമായി നടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിക്കുക. അൻതും ബരീഊന മിമ്മ അഅമലു, ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാണ്, നിങ്ങൾക്ക് എൻ്റെ പ്രവൃത്തികളിൽ ഉത്തരവാദിത്വമില്ല. വ അന ബരീഉം മിമ്മ തഅമലൂൻ, അൻതും ബരീഊന, നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾ നിരപരാധികളാണ്, മിമ്മ അഅമലു, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ. വ അന ബരീഉം മിമ്മ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാനും മുക്തനാണ്. വ അന ബരീഉൻ, ഞാനും നിരപരാധിയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാര്യത്തിൽ. ബരീ എന്നാൽ നിരപരാധി എന്നാണ്, അതിന്റെ ബഹുവചനമാണ് ബരീഊൻ എന്നത്. ഇവിടെ നിരപരാധി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ് എന്ന അർത്ഥത്തിലാണ്. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ ഞാൻ അനുഭവിച്ചു കൊള്ളാം, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങളിൽ എനിക്കൊരു ഉത്തരവാദിത്വവുമില്ല, അതിൻ്റെ രക്ഷയും ശിക്ഷയും നിങ്ങൾ അനുഭവിക്കുക എന്ന് അവരോട് പറയുക എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.